Question number 42. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂരിലാണ്. Question number 43. Question number 44. കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആനക്കയം. Question number 45. മലബാർ സിമന്റിന്റെ ആസ്ഥാനം വാളയാർ. Question number 46. പറമ്പിക്കുളം ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം 2010. Question number 47. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ. Question number 48. കേരളത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് പാലക്കാട് ചുരമാണ്. Question number 49. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശ്ശൂർ. Question number 15. കേരളത്തിലെ ആദ്യ വ്യവഹാരരഹിത പഞ്ചായത്ത് പോത്തുങ്കലാണ്. Question number 51. കിലയുടെ ആസ്ഥാനം മുളങ്കുന്നത്ത് കാവ്. Question number 52. തൃശ്ശൂരിൽ വൈദ്യുത പ്രക്ഷോഭം നടന്ന വർഷം 1936. Question number 53. പെരുമ്പടപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത് കൊച്ചിയാണ്. Question number 54. കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം 2017. Question number 55. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയപാത 966 B ആണ്. Question number 56 ആണ്. ഡച്ച് കൊട്ടാരം നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. Question number 56 ആണ്. ഡച്ച് കൊട്ടാരം നിർമ്മിച്ചത് പോർച്ചുഗീസുകാർ. Question number 57. കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവല്ലയാണ്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല. Question number 58. കേരളത്തിലെ ഏക ചിലന്തി അമ്പലം എവിടെയാണ്? കൊടുമണ്ണാണ്, കൊടുമൺ. Question number 59. കേരളത്തിലെ ഏറ്റവും വലിയ വന ഡിവിഷൻ റാന്നി, പത്തനംതിട്ട ജില്ലയിലാണ്. കേരളത്തിലെ Question number 16. കേരളത്തിലെ ആദ്യ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി മണിയാറാണ്. Question number 61. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കി. 62. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ ജില്ല എറണാകുളം ജില്ല. Question number 63. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഇടമലക്കുടി. Question number 64. കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്ത് കുമ്മളി. Question number 65. ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്ക് സഹായിച്ച രാജ്യം ഏതാണ്? കാനഡയാണ്. Question number 66. കോട്ടയം ജില്ലയിലൂടെ ഒഴുകാത്ത നദി ഏത്? മണിമലയാറാണ്, മണിമലയാർ. Question number 67. ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പ് രഹിത ജില്ല കോട്ടയമാണ്. Question number 68. കോട്ടയം പട്ടണത്തിന്റെ സ്ഥാപകൻ ടി രാമറാവു. Question number 69. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ പട്ടണം കോട്ടയം ജില്ല. Question number 17. കേരളത്തിലെ ജില്ലകളായി മാത്രം ചുറ്റപ്പെട്ട ജില്ല എന്നറിയപ്പെടുന്നത് കോട്ടയം ജില്ലയാണ്. Question number 71. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി എന്നറിയപ്പെടുന്നത് കല്ലട. Question number 72. കേരളത്തിലെ ആദ്യത്തെ വ്യവസായ ഗ്രാമം എന്നറിയപ്പെടുന്നത് പത്മന. Question number 73. ഇളയെടുത്ത് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത് കൊട്ടാരക്കരയാണ്. Question number 74. പുനലൂരും ചെങ്കോട്ടയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ആര്യങ്കാവ് ചുരം. Question number 75. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809. Question number 76. വേലിത്തമ്പി ദളവയുടെ പേരിൽ സ്ഥിതി ചെയ്യുന്ന കോളേജ് ധനുവച്ചപുരം ആണ്. Question number 77. ദക്ഷിണ വ്യോമസേന കമാൻഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. Question number 78. കേരളത്തിലെ ആദ്യത്തെ ജിയോ ഇൻഫോർമാറ്റിക് പഞ്ചായത്ത് എന്നറിയപ്പെടുന്നത് അരുവിക്കരയാണ്. Question number 79. ഉള്ളൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ജഗതി. Question number 18.
തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായ വർഷം 1937. ക്വസ്റ്റ്യൻ നമ്പർ 81. ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കഴ്സൺ പ്രഭു. ക്വസ്റ്റ്യൻ നമ്പർ 82. കാർട്ടൂൺ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കായംകുളത്താണ്. ക്വസ്റ്റ്യൻ നമ്പർ 83. കേരളത്തിൽ കയർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കലവൂരാണ്. കലവൂർ. ക്വസ്റ്റ്യൻ നമ്പർ 84. തണ്ണീർമുക്കം ബണ്ട് പണിത വർഷം 1975. നമ്പർ 85. കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ തകഴിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 86. തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷം 1949 ജൂലൈ 1. ക്വസ്റ്റ്യൻ നമ്പർ 87. കേരളത്തിലെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല പത്തനംതിട്ട ജില്ലയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 88. കേരളത്തിൽ അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 19. കടൽ തീരമില്ലാത്ത കോർപ്പറേഷൻ തൃശ്ശൂരം. ക്വസ്റ്റ്യൻ നമ്പർ 91. കേരളത്തിന്റെ തെക്കുവടക്ക് നീളം എന്നറിയപ്പെടുന്നത് 560 കിലോമീറ്റർ ആണ്. 560 കിലോമീറ്റർ. ക്വസ്റ്റ്യൻ നമ്പർ 92. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല. ക്വസ്റ്റ്യൻ നമ്പർ 93. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം നേര്യമംഗലമാണ്. നേര്യമംഗലം. ക്വസ്റ്റ്യൻ നമ്പർ 94. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂരാണ്. കുന്നത്തൂർ. ക്വസ്റ്റ്യൻ നമ്പർ 95. കേരളത്തിന്റെ കിഴക്കേ അതിർത്തി പശ്ചിമഘട്ടമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 96. ക്വസ്റ്റ്യൻ നമ്പർ 96. വിയ്യപുരം റിസർവ് വനം ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയില്. ക്വസ്റ്റ്യൻ നമ്പർ 97. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നി പത്തനംതിട്ട ജില്ലയിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 98. ഇരവികുളം ദേശീയോദ്യാനം പ്രഖ്യാപിച്ച വർഷം 1978. ക്വസ്റ്റ്യൻ നമ്പർ 99. കേരളത്തിന്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലി. ക്വസ്റ്റ്യൻ നമ്പർ 100. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം കുമരകം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതെല്ലാവരും ചെയ്തു നോക്കണം. വരുന്ന പരീക്ഷകളെല്ലാം നല്ല രീതിയിൽ എഴുതി വിജയിക്കും. ഓൾ ദി ബെസ്റ്റ്.